ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടാൻ മറക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. മാക്സിമം നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത്, ഇന്നലെ നമ്മളെ ഹൈഫക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഹൈഫക്കുട്ടിനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. പിന്നെ ഞാൻ നല്ലൊരു കേക്കൊക്കെ വാങ്ങിച്ചത് വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ഞങ്ങൾ തറവാട്ടിലേക്ക് പോന്നിക്കാം കേട്ടോ. മക്കൾ സ്കൂളിലൊക്കെ വന്നതിന് ശേഷം തറവാട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ കേക്ക് കട്ട് ചെയ്യാണ്. ഹൈഫക്കുട്ടി കണ്ടിട്ടില്ലേനി കേട്ടോ കേക്ക് വാങ്ങിച്ചതൊന്നും. ഒരു സ്കൂൾക്ക് പോയ ടൈമിലാണല്ലോ കേക്ക് വാങ്ങിച്ചിരുന്നത്. പിന്നെ ഇങ്ങോട്ട് കേക്കും കൊണ്ട് പോന്നപ്പോഴാട്ടോള് കണ്ടത് കേക്കൊക്കെ. പോയില്ലേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. മമ്മി ഇപ്പയും അതേപോലെ നമ്മളെ അനിയത്തിക്കുട്ടിയും പിന്നെ എൻ്റെ വലിയ നാത്തൂനും ഉണ്ടായിനി വീട്ടിൽ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചൊല്ലിയപ്പോൾ ഹൈഫക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇവിടുത്തെ അമ്മ അങ്ങനെ കുട്ടികളെ ബർത്ത്ഡേൻ്റെ അന്നൊക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നമുക്ക് കുട്ടികളെ തന്നീന് പഠിച്ചവനോട് സ്തുതി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ നമ്മൾ അങ്ങനെ ബർത്ത്ഡേ ആയിട്ടൊന്നും ആഘോഷിക്കലൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ചിലപ്പോൾ ഒക്കെ എപ്പോഴേലും ഇതേപോലെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്യും. അല്ലാതെ വലിയൊരു ആഘോഷം കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല. അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യൽ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒരു കമൻറ്റ് ഇട്ടീനി നമ്മൾ അനിയത്തിക്കുട്ടിനെ വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ അനിയത്തിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഓൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓളെ ബർത്ത്ഡേക്കൊക്കെ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യുന്നതൊക്കെ. ചിലപ്പോൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പറയും കേക്ക് മുറിച്ചണില്ല, കേക്ക് കട്ട് ചെയ്യണില്ല എന്നൊക്കെ ചോദിക്കും. അപ്പം ഇൻഷാ അല്ലാ ഓളെ ബർത്ത്ഡേ വരട്ടെ. ഓളെ ബർത്ത്ഡേ വന്നിട്ട് നമുക്ക് കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഓൾക്കും. മഞ്ജുമോള് സ്കൂൾ ഇട്ടിട്ട് യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ പോന്നിക്കാണ്. പിന്നെ നമ്മൾ റിച്ചുവിന് മദ്രസും ഉണ്ട്. അപ്പോൾ പിന്നെ യൂണിഫോം ഒന്നും കഴിച്ചിടാനൊന്നും ടൈം കിട്ടിയിട്ടില്ലേനി. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് വേണം ഓന് മദ്രസ്ക്ക് പോകാൻ. അതാണ് കേട്ടോ ഓന് താടിക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഓനക്കാണെങ്കിൽ കേക്ക് ലാസ്റ്റാണ് കിട്ടിയതും. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഓരിച്ച് കൊടുത്തൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വെക്കണം കേട്ടോ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് കിച്ചണിലൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പാലപ്പം ഉണ്ടല്ലോ, വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കണ്ട കേട്ടോ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക്. പിന്നെ പാലപ്പം ചുടുമ്പോഴൊക്കെ നമ്മൾ ശകുന്തള ചേച്ചിനെ ഓർമ്മ വരും കേട്ടോ എനിക്ക്. ഞാൻ ഈ പാലപ്പം ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ശകുന്തള ചേച്ചി നമുക്ക് അയച്ചു തന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കുറേ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യലുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് പാലപ്പത്തിൻ്റെ ഒക്കെ ഓർഡറൊക്കെ കിട്ടലുണ്ടായിന്. അപ്പോൾ ഒരുപാട് പാലപ്പം ഞാൻ അതിൽ ചുട്ട് പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റുമാണ് ഈ ഒരു പാലപ്പ ചട്ടി. ഇപ്പം എനിക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇൻഡസ് വാലി നമുക്ക് എല്ലാ മാസവും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ അയച്ചു തരും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ശകുന്തള ചേച്ചിൻ്റെ കൈനീട്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കൈനീട്ടാണ്. ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി ഇങ്ങനെ കാണുമ്പം ഇതിൽ ഞാൻ ഇങ്ങനെ പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ പാലപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇന്ന് റിച്ചുമോനും രാവിലെയാണ് മദ്രസ. അപ്പം ഹൈഫക്കുട്ടിയും റിച്ചും ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പാലപ്പത്തേക്ക്. ഒരിക്കലും ഉണ്ടാക്കും. രാവിലെ അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ പാലപ്പം ചായയൊക്കെ കടിച്ചുകൂട്ടി ചായയൊക്കെ കുടിച്ചാണ്ട് ഒരു 2 ആൾ മദ്രസക്കൊക്കെ പോയി. പിന്നെ കറി നമ്മൾ ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. ചുമന്ന കടലല്ലേ, അത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ അത് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല കൊണ്ടൊരു കുറുമക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്.
പിന്നെ അതിക്ക് ഒരു തക്കാളി അതേപോലെ ചെറിയൊരു സവാളൻ്റെ കഷ്ണം 2 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ അതാ നമ്മളെ കുറുമ മസാല ഉണ്ടല്ലോ, നമ്മളെ ഹോം ഷോപ്പിൻ്റെ കുറുമ മസാലയാണ് കേട്ടോ, കറിക്കൂട്ടിൻ്റെ. അപ്പോൾ അത് 2 സ്പൂൺ അതിക്ക് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നും ഇതിക്ക് ചേർക്കണില്ല കേട്ടോ മസാലപ്പൊടികളായിട്ട്. ഞാനെപ്പോഴും പറയലുണ്ടല്ലോ, ഈ ഒരു കുറുമ മസാല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാൻ ഒരു പേടിയില്ല, പെട്ടെന്ന് കറി ഉണ്ടാക്കുന്ന പരിപാടി തീരും. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്പൂൺ അയക്കന്നെ ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിനും പിന്നെ ഇങ്ങനെ തിളച്ച് ചീന്തോലോ കുക്കറിൻ്റെ മേലെ കൂടെ വിസിലടിച്ചുമ്പോൾ, അപ്പോൾ അതില്ലാതെക്കാണ് കേട്ടോ സ്പൂൺ അയക്കന്നെ ഇട്ടത്. അങ്ങനെ അത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുറുമ മസാല കൊണ്ട് നമുക്ക് ചിക്കനും ബീഫും അതേപോലെ തന്നെ ഫിഷും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ പച്ചക്കറികൾക്കും വേണമെങ്കിൽ അതിക്ക് കൊടുക്കാം. അപ്പോൾ എന്തെടുത്ത് നമ്മൾ കുറുമ ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു കുറുമ മസാല 2 സ്പൂണും അതേപോലെ തന്നെ ഒരു അരമുറി പിന്നെ തേങ്ങൻ്റെ പാലും കൂടി ഉണ്ടെങ്കിൽ കറി ഉഷാറായിട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് ചിരവി പാലൊക്കെ എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇന്ന് പിന്നെ മഞ്ജുമോള് ചോറൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ സ്കൂൾക്ക്. ഇന്ന് PTA മീറ്റിംഗ് ആണ്, അപ്പോൾ ഉച്ച വരെ ഉണ്ടാവുള്ളൂ ക്ലാസ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം അടുപ്പ് കത്തിക്കാനാണ് നിൽക്കുക. അപ്പോൾ എന്തായാലും ചോറും വേഗം രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊന്ന് സ്റ്റോക്ക് റൂമിലേക്ക് ഒന്ന് പോവും വേണം. നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇത്ത വരുന്നുണ്ട്. അപ്പോൾ ഇത്താക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം. പിന്നെ എനിക്കും ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ. അതുപോലെ തന്നെ സ്റ്റോക്ക് എണ്ണാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേഗം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി നമ്മൾ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കടലക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. കടലക്കറി വെന്ത് പിന്നെ ഇതാ ഞാനേക്ക് എടുത്തു വെച്ചാൽ ഒരു തേങ്ങാമുറി ഉണ്ടല്ലോ, അത് ചിരകി അതിൻ്റെ പാലെടുത്ത് വെച്ചിനി അരമുറി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും അതിൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് ചൂടായാൽ മതി, ഇങ്ങനെ കറി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ചട്ടിയോടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇടേണ്ടത്. ചെറിയുള്ളി അരിഞ്ഞത് ഇടുമ്പോഴാണ് കറി എല്ലാ കറിക്കും തൂമിക്കുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ഇടുമ്പോഴാണല്ലേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പക്ഷെ മടി കാരണം വലിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് ഇതാ നമ്മളെ കുറുമക്കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മളെ കടല വെച്ചിട്ടുള്ള കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ എന്താ എങ്ങനെ വെച്ചാൽ ഇത് ചുമന്ന കടലല്ലേ, അതുകൊണ്ടാട്ടോ അതിൻ്റെ കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. വെള്ള കടലയാണെങ്കിൽ വെള്ള കളറായിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ അങ്ങനെ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുറുമ മസാല കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചിനിയും ഞങ്ങൾക്ക് അയച്ചു തരുമെന്നൊക്കെ ചോദിച്ചിനി. അപ്പോൾ ഞാൻ നമുക്കിത് കൊണ്ടുവന്ന് തരുന്ന ഒരു ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ നമ്പർ ഞാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഒരു നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഹൈഫ കിച്ചണിൽ കണ്ടിട്ട് വിളിക്കുകയാണെന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു നിങ്ങൾക്ക് അയച്ചു തന്നോളും. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ ഒന്ന് ചോറിന്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചേന കളച്ച് വെച്ചിനി കേട്ടോ, വീഡിയോയിൽ കാണിച്ചിനി ഞാൻ തന്നെ കുഴിച്ചിട്ട ചേനയാണ്. അപ്പം വലിയൊരു ചേനയാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കിട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ചേന കൊണ്ട് കറിയും പിന്നെ അതേപോലെ തന്നെ ചേന പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ. പിന്നെ ചേന കയ്യുമ്മലാക്കുമ്പം ചിലർക്കൊക്കെ കൈ ചൊറിയാലോ, എനിക്കും ചൊറിയലുണ്ട് കേട്ടോ. ചേനൻ്റെ തൊലി കളയുമ്പോഴൊന്നും ഉണ്ടാവില്ല, നമ്മളിത് കഴുകണ സമയത്താണ് ചൊറിച്ചിൽ വരിക. അപ്പോൾ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം പിന്നെ വേഗം കൈമ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി, എന്നാൽ ഒരു ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാനുള്ളത് ഇതേപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കറിക്കുള്ളത് വേറെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ളേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്, പെരുംജീരകപ്പൊടി അതെന്തായാലും ചേർക്കണം കേട്ടോ. അത് ചേർക്കുമ്പോഴാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴേ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു ടേസ്റ്റൊക്കെ വരും. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അരിഞ്ഞു വെച്ച പിന്നെ ചേനക്കായ്ക്ക് ഇട്ട് കൊടുത്തൊക്കെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ തന്നെ അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ.
അപ്പോൾ നമ്മളെ പാലപ്പത അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാലപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ആകെ 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിനത്. പിന്നെ കുറച്ച് ചോറും കുറച്ച് തേങ്ങ ചിരകിയത് കൊടുത്തുകൊണ്ടാണ് മാവ് റെഡിയാക്കിയത്. എന്താ ഒരുപാട് അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിക്ക് 2 അപ്പം അതേപോലെ തന്നെ കുറച്ച് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ചെയ്യും. നമ്മളെ എന്താ പറയുക, കുറുമ മസാല ചേർത്തതുകൊണ്ട് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഈ ഒരു കുറുമ മസാല നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുക എന്നുള്ളത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടാണ് ഞാനത് ഇത്രത്തോളം നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ പറയലുണ്ടല്ലോ നല്ലതാണ് ഈ കുറുമ മസാല എന്നുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെ അതാ നമുക്ക് ഈ ഒരു ചേന ഫ്രൈ ചെയ്തെടുക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൂട്ടാനൊന്നും തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മളെ സ്റ്റീലിൻ്റെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിനേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും ഇങ്ങോട്ട് വെന്തിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒട്ടി കിടക്കാതെ വേറിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി വരും എല്ലാ ഭാഗവും. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആയി വന്നു. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെറുതെ ഒരുപാട് ഓയിൽ ഒഴിച്ചാണ്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചേനക്കറി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതാ ചേന ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ചെറിയൊരു കഷ്ണം സവാളയും ഒരു തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് വെന്ത് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചാൽ അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോളുമല്ലോ. പിന്നെ കുറച്ച് ജീരകപ്പൊടി ചേർത്തിക്കണം കേട്ടോ അതിലേക്ക്. പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചേന കുറച്ച് അത്യാവശ്യം വേവുള്ള സംഭവമാണ്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ചോറൊക്കെ വെന്ത് അടുപ്പിൽ തീയുണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വിറകാണെങ്കിൽ ഇപ്പോൾ നല്ലോണം കത്തും ചെയ്യും. അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ വേവിച്ചെടുക്കാമല്ലോ. വിറക് കത്താത്ത ടൈം ഉണ്ടല്ലേ, മഴക്കാലമൊക്കെ ആകുമ്പോൾ വിറക് കത്താതെ നിൽക്കുമ്പോൾ പിന്നെ അധികം കുക്കറൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. കുക്കറിലാകുമ്പോൾ ഇങ്ങനത്തതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളെ ചേനക്കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ ചോറ് ഊറ്റിയതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ. അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പണി. അതേപോലെ നമ്മൾ ഐഫക്കുട്ടിനെ സ്കൂൾക്ക് പറഞ്ഞയക്കണം, മുടിയൊക്കെ കെട്ടി കൊടുക്കണം. ഐഫക്കുട്ടി മദ്രസൊക്കെ ഇട്ട് വന്ന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾക്ക് ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ കൂട്ടാൻ കൊടുക്കണത്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, കട്ടൻ ചായൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കഴിക്കുമല്ലോ എപ്പോഴെങ്കിലൊക്കെ. ചോറിൻ്റെ കൂടെ ഒന്നുമല്ല. എനിക്കിങ്ങനെ ചോറിൻ്റെ കൂടെ ഒന്നും ഇങ്ങനത്തെ ഒന്നും കഴിക്കണത് വലിയ ഇഷ്ടമല്ല കേട്ടോ. കുട്ടികൾക്ക് ആകുമ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തതൊക്കെ ഇഷ്ടമാണല്ലോ. അല്ലെങ്കിൽ കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യുക, അതേപോലെ ചേന ഫ്രൈ ചെയ്തത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പിന്നെ നമ്മളങ്ങനെ അധികം ഓയിലുള്ളതൊന്നും വല്ലാതെ കഴിക്കലൊന്നുമില്ല. പിന്നെ ഇന്ന് ഒരുപാട് തുണികളുണ്ടായിനിട്ട് അലക്കാൻ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ അലക്കാൻ നിന്നതേനി. അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയത്. അപ്പോൾ അതിങ്ങനെ വെള്ളം ചോരാൻ വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ടിന്. അപ്പോൾ വെള്ളമൊക്കെ ചോറ് നിൽക്കണം ഇപ്പം. അപ്പോൾ ഞാനതൊന്ന് തോരയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തോരയിടുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീനും വാങ്ങിക്കാം. അപ്പോൾ മുകളിലാവുമ്പോൾ എന്താ അറിയോ, മീൻ വാങ്ങിച്ചിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് കിച്ചണിക്ക് ഇറങ്ങിപ്പോയാൽ മതി. കിച്ചണിലുള്ള പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറും കറിയൊക്കെ ആയി തുടങ്ങിയല്ലോ. കറി അടുപ്പത്തുണ്ട് നമ്മളെ ചേനക്കറി. പിന്നെ മീൻ പൊരിക്കും ചെയ്യാം. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആവുമല്ലോ. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കൂടെ അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്റ്റോക്ക് റൂമിലേക്ക് പോകാനും. അപ്പോൾ മീൻ എന്നുള്ളത് മത്തി, പിന്നെ അതേപോലെ മാന്തളുണ്ടല്ലോ, മാന്തളുണ്ട്. പിന്നെന്താ ഏട്ട അങ്ങനെ എന്തോന്ന് പറഞ്ഞു കേട്ടോ. അത് കാണാനൊരു ഭംഗിയൊന്നുമില്ല കേട്ടോ മീൻ. അപ്പോൾ എന്നോട് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഞാൻ വെട്ടിത്തരാറുണ്ട്. അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നന്നാക്കാനൊന്നുമില്ല, ഒന്ന് കഴുകിയാണ്ട് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചാൽ മതി. ചില നേരത്തെ മീൻ നന്നാക്കാൻ ഭയങ്കര മടിക്കാറ് കേട്ടോ. മത്തി ഉണ്ടല്ലോ, ഈ ചെറിയ കുഞ്ഞമത്തി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയാണ്ട് വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ചില നേരത്തെ നന്നാക്കാൻ ഭയങ്കര മടി കേട്ടോ. ഒന്നാമത് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ടാകുമ്പോഴാണ് മടി ഉണ്ടാവുക. അപ്പോൾ ഇന്ന് എന്തായാലും കഷ്ണ മീനായതുകൊണ്ട് അത് നന്നാക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ മീനൊക്കെ വാങ്ങി അതൊക്കെ അകത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടായിന് തോരയിടാൻ. അപ്പോൾ അതൊക്കെ തോരട്ടു. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്ത ഇടിച്ചക്ക ഇടുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനിയും വിളിച്ച് പിന്നെ ഇടിച്ചക്ക ഇട്ടിട്ട് ഒരു കഷ്ണം എനിക്കും തന്നു. വേറെ ചക്കങ്ങൾ ഇടാനൊക്കെ നോക്കി, പക്ഷേ ഒക്കെ വലുതായിക്കണം കേട്ടോ. അപ്പോൾ ഇടിച്ചക്കമ്മന്നൊക്കെ വിട്ടിക്കണം. അപ്പോൾ ഒരു ചക്കതാ കട്ട് ചെയ്താണ്ട് എനിക്കും തന്നിട്ടുണ്ട്. അതിൽ ഭാഗം ഓരി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അത് ഉപ്പേരി ഞാൻ ഉണ്ടാക്കണില്ല, കാരണം ഇപ്പോൾ ഇന്ന്
കറിയുണ്ട്, അതേപോലെ നമ്മൾ ചേന ഫ്രൈ ചെയ്തൊക്കെ ചെയ്തിരിക്കണമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്തതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്റ്റോക്ക് റൂമൊക്കെ പോകണം, അപ്പോൾ പിന്നെ അതിന്മേൽ പണിയെടുക്കാം, അപ്പം നേരമല്ല കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് കഴുകിയൊക്കെ കൊണ്ടുവന്നു, കല്ലുപ്പൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തലഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിതാ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് നാളെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ എന്നോട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്, ചില കൂട്ടുകാരല്ല ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിന് കേട്ടോ, നിങ്ങൾ ഈ ഒരു മീനൊക്കെ അങ്ങനെ ഫ്രീസറിൽ വെക്കുമല്ലോ വെള്ളം ഒഴിച്ചുകൊണ്ട്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിച്ചിട്ട്. ഇതെന്താ ഇതേപോലെ മീനാണെങ്കിലും അതേപോലെ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലൊക്കെ അതുപോലെ പാത്രത്തേക്ക് വെച്ചിട്ട് അതിക്ക് അത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ബോക്സ് അടച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുക. ഫ്രീസറിൽ വെക്കണം കേട്ടോ. നമ്മൾ മീനൊക്കെ പിന്നെ ഇതേപോലെ വെള്ളം ഒഴിക്കാതെ അങ്ങനെ തന്നെ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുക്കുന്ന സമയത്ത് ഒരു ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് പോലെ ഒരു ചുവ വ്യത്യാസം എനിക്ക് തോന്നലുണ്ട് കേട്ടോ. നേരെ മറിച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനാണ് അങ്ങനെ വെക്കണത്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഇതാ ബാക്കിയുള്ള നമുക്കിപ്പോൾ പൊരിക്കാനുള്ള മീനൊക്കെ ഞാൻ മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. അതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു. ഇനി ഇതാ മസാലയൊക്കെ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ മീൻ കാണാൻ ഭംഗിയില്ലെങ്കിലും ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അയാൾ പറഞ്ഞിന് എന്നോട്, മീൻകാരൻ എന്നോട് പറഞ്ഞിന് കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ പഴയതാണോ ചോദിച്ചിനി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നും, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഇത് ഫ്രൈ ചെയ്ത് നോക്കുകൊണ്ടിന്നൊക്കെ പറഞ്ഞിനി. ചിലത് അങ്ങനെയാണല്ലോ അല്ലേ, കാഴ്ചയിൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഒരു മീനും. അപ്പോൾ നമ്മളെ ചേനക്കറിയൊക്കെ വെന്തീന്, ചേന ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു, കടുകും വറ്റൽമുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് ആ എണ്ണയ്ക്ക് അങ്ങനെ കറിക്ക് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ താളിച്ചൊക്കെ അത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചേന കറി വെച്ചപ്പോൾ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചിന് കേട്ടോ. പുളി ഒഴിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല സാമ്പാർ പൊടി ഇടുമ്പോൾ. പിന്നെ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ ചേനക്കറിക്ക്. തേങ്ങയ്ക്ക് അരക്കുമ്പോൾ കറി കുറച്ചും കൂടി കൂടുതലേക്കാരം, വെറുതെ ബാക്കിയാവും. അപ്പോൾ കുറച്ച് മതി നമുക്ക്. അപ്പോൾ ഞാൻ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല. ഇനി പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇതാ നമ്മളെ ചേനക്കറി അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ. പിന്നെ ഉലുവയും കടുകൊക്കെ വറുത്തിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ നല്ലോണം ഉണ്ടായിന് കറിക്ക്. സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു തൂമിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട സാധനമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലെങ്കിലും അതിങ്ങനെ നമ്മൾ പറിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ പയറൊക്കെ കുഴിച്ചിട്ടാൽ പയറൊക്കെ പറിക്കുമ്പോൾ ഒരു ഭയങ്കര എന്തോ ഒരു മനസ്സുഖമാണ് കേട്ടോ. അത് ഉണ്ടാക്കണം എന്നൊന്നുമില്ല, ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ പറിക്കുന്ന സമയത്തൊരു സന്തോഷം. അതേപോലെ ഈ ഒരു ചേന കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ചെറിയൊരു ചേനൻ്റെ കഷ്ണം കൊണ്ടുപോയാണ്ട് കുഴിച്ചിട്ടതേനി. അപ്പോൾ ഇതാ മീനൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ പറയും ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ മീനൊക്കെ ഫ്രൈ ചെയ്താൽ അടിയിൽ പിടിക്കൂല എന്ന് ചോദിക്കും. നമ്മളങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മീൻ പൊരിക്കുമ്പോൾ അടിയിലൊന്നും പിടിക്കലില്ല കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവലില്ല. നല്ല കടായിയാണ് കേട്ടോ. കടായി ആണെങ്കിലും സ്റ്റീലിൻ്റെ പാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പം ഒരുപാട് സമയമായിക്കണം കേട്ടോ, 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പും തോന്നി. ഇനിയിപ്പോൾ സ്റ്റോക്ക് റൂമിലേക്ക് പോയാൽ ഞാൻ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് ചോറ് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചേനക്കറിയും അതേപോലെ ചേന ഫ്രൈ ചെയ്തതും മീൻ ഫ്രൈ ചെയ്തതൊക്കെ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ കൂട്ടി കുഴച്ചൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി, കറിയും ടേസ്റ്റ് ഉണ്ടായിനി, പിന്നെ ചേന വറുത്തതും നമ്മളെ മീൻ ഫ്രൈയും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ മീൻകാരൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, കാഴ്ചയിൽ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിനി മീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.